രാജേഷ് സാറിന്റെ റീനാമാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. റീനാമാഡമാണ് എന്നെ ആദ്യമായിട്ട് ഈ ഇതിലേക്ക് വിളിച്ചത്. എനിക്ക് വയ്യാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഇങ്ങനെ പല പ്രൊഡക്റ്റുകളും വരും, അതിനൊക്കെ വീണ് പോയാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇല്ല മാറ്റി വരണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധമായിട്ട് വിളിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്കും രാജേഷ് സാറും മണിമേനമാണും കൂടെ വന്ന് ക്ലാസ് എടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ഇതായി തോന്നി തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ റീനാമാഡം എനിക്ക് തന്നു തന്നിട്ടുണ്ടായി. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. നാട്ടിൽ തുടർന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ചെറുതായ രാജേഷ് സാറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. കുറേ ഒരു 3-4 മാസമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫീൽഡിൽ ഒരു 4-6 പേരെ ഞാൻ എൻ്റെ താഴെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 മാസമായിട്ട് എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് സുഖമില്ല, വയ്യാതിരുന്നു. വീട്ടിൽ പ്രത്യേക സാഹചര്യക്കുറവ് മൂലം ഞാൻ 2-3 മാസമായിട്ട് വർക്ക് ചെയ്യാൻ മുടങ്ങി കിടക്കുവാണ്. എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം സാർ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു പോകണമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ അനിയത്തിയുടെ ഫസ്റ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് കിടക്കുവാണ്. പക്ഷെ അങ്ങോട്ട് പോകാനിരുന്ന ഇന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ 2 ദിവസം ഞാൻ ജോലിക്ക് പോയ സമയത്ത് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇന്ന് നാളെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വരവും നടക്കുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞു ഇല്ല മോഡം വരണം, വരാതിരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ ആർക്കും വന്നിട്ടുണ്ട്. ബോട്ടിൽ തേക്കടിയിൽ ചെന്ന് ഞാൻ ബോട്ടിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ പോലെ ഞാൻ നമ്മൾ അവിടെ ചെയ്തിരുമ്പോഴത്തേക്കും അവിടെയുള്ളവരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള അത്രയും പേര് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഇനിയുള്ള കാര്യങ്ങളിൽ അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഞാൻ ഹസ്ബൻഡ് ഉറപ്പായിട്ടും വരും. ഞങ്ങൾ ഒന്നിച്ച് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ 5 മാസം കൊണ്ടാണ് സാർ പറഞ്ഞു 3 പേരെ ചേർക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എത്ര പേര് ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എത്രയും മാക്സിമം സാർ പറയണമെന്ന് പറഞ്ഞു. 100 പേര് എത്ര പേരെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും പേരെ കൊണ്ടുവരാം. 100 പേരെ ഒന്നും പറയത്തില്ല. 100 പേരെ ഒത്ത് പറഞ്ഞിട്ട് പോയാൽ അടുത്ത മാസം വരുന്ന സാറിനെ കൊടയും. അതുകൊണ്ട് ഞാൻ 100 പേർക്ക് ഉറപ്പ് പറയുന്നില്ല. 100 പേരെങ്കിലും കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം പോലെ അല്ലെ 100 പേരെങ്കിലും കൊണ്ടുവന്നാൽ അത്രയും നല്ലത്.